ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്കാളുടെ കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെന്താ? അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ 3 ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്ക് കഴിച്ചോ? നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട, നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്. അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലിയും പിടിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്നാ എനിക്ക് പേടി. പട്ടാളം നിങ്ങൾ എന്താ ആർത്തിയായി കാണിക്കുന്നത്? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് പിടിച്ചിട്ട് വേണ്ടേ? വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ട. ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്തയും മോനും ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ. കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ. അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. കടുത്തമൊക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണ കൂടെ എഴുതാൻ വഴി. നീ കുറച്ചു ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാകാൻ മേല എന്ന് സ്വന്തം അച്ഛൻ. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ? നിന്റെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണന്റെ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും വേലി വിളിച്ചോ? പൊളിച്ചടിക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. SIയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. പാലോ വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SIക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ.
6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിലും കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ശരിയുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. SI ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി നോക്കി ഒരൊറ്റ ചവിട്ടാ. ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ. എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുകിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനങ്ങ് പോയാലോ? ഞാൻ നിന്നെ 1 മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പ എങ്ക അപ്പ വടിവേല ஆண்டவா முருகா காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாற்றிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, கள்ளமில்லை. சர்க்கஸுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய், இது மயிலெண்ணெய். முருகாவும் மயிலை கொன்று விட்டான் ஆண்டவா. ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല. ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തളം ഇവയെല്ലാം കൂടി സമം ചേർത്ത് മഷി പോൽ അരച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊലി. പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ? 1-2 രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്. എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണ് കേട്ടാ. പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ. എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ തരാം. സംഗതി അൽക്കൊലത്താക്കരുത്. ചേട്ടൻ വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പൊ തരും. അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പോകുന്നവനാ. ആരെ ചേട്ടനാ? അല്ല നീ. ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബർത്ത് പ്ലേസ് ആണ്. തോന്നിക്കര രൂപയില്ലെങ്കിൽ പെട്ടിയിലെന്താടാ?
പെട്ടിയിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം. അറിയണ്ട. പിടിയിലൂട്. അയ്യോ നാട്ടുകാരെ നോക്കിക്കോ. എല്ലാം പോയി. അയ്യോ എന്റെ വെള്ളം. നാട്ടുകാരെ ഇവനെ കണ്ട പോയി.